നമ്മൾ എൻസൈംസിൻ്റെ കേസിൽ ജനറൽ സ്ട്രക്ചർ ഒന്ന് പറയുകയാണ്. ഓക്കെ, നാലാമത്തെ പാർട്ടാണ് എൻസൈംസ് ആൻഡ് കോഎൻസൈംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എൻസൈമിൻ്റെ കോമ്പോസിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ 3 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് അല്ല. അപ്പോൾ അതിൽ കോഫാക്ടേഴ്സ്, കോഎൻസൈംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സോ നമുക്ക് എൻസൈമിനെ പ്രധാനമായിട്ടും 2 കാറ്റഗറിയിൽ പെടുത്താം. ഒന്ന് സിമ്പിൾ എൻസൈംസ് ആണ്, 2 കോൺജുഗേറ്റഡ് എൻസൈംസ് ആണ്. സിമ്പിൾ എൻസൈം എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ലിപ്പിഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ എന്താണോ അത് മാത്രം ഉണ്ടാവുമ്പോഴാണ് നമ്മളതിനെ സിമ്പിൾ എന്ന് പറയുക. കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നപ്പോഴാണ് അതിൻ്റെ കൂടെ വേറൊരു കമ്പോണന്റിനെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. നമുക്കറിയാം എൻസൈമിൻ്റെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീനേഷ്യസ് ആണ് എന്നുള്ളത് അറിയാം. അപ്പോൾ പ്രോട്ടീൻ മാത്രം ഉൾക്കൊള്ളുന്ന എൻസൈം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ എൻസൈം എന്ന് വിളിക്കുക. ഓക്കെ, യൂരിയേസ് എന്ന് പറയുന്ന എൻസൈം ഇതിനൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ കോൺജുഗേറ്റഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് പ്രോട്ടീൻ മാത്രമുള്ള അവസ്ഥയിൽ ഒരിക്കലും ഒരു ആക്റ്റീവ് ഫോമിലേക്ക് നിൽക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടെ ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വരണം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ മിക്സ് ആവുന്നതുകൊണ്ട് നമുക്കതിനെന്ത് വിളിക്കാം? കോൺജുഗേറ്റഡ് എൻസൈം എന്ന് വിളിക്കാം. അപ്പോൾ അതാണ് സിമ്പിൾ എൻസൈമും കോൺജുഗേറ്റഡ് എൻസൈമും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ എൻസൈമിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, യൂരിയേസ്. അതാണ് ഫസ്റ്റ് ക്രിസ്റ്റലൈസ്ഡ് എൻസൈംസ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്റ്റലൈസ് ചെയ്തേക്കുന്ന ആദ്യത്തെ എൻസൈം എന്ന് പറയുന്നത് യൂരിയേസ് ആണ്. അത് പ്രോട്ടീൻ മാത്രമുള്ളതാണ്. ഇപ്പോൾ കോൺജുഗേറ്റഡ് എൻസൈംസിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം എന്നുള്ളതാണ്. അപ്പം ഹോളോ എൻസൈമിനെയാണ് ഫങ്ഷണൽ എന്ന് പറയുന്നത്. ഫങ്ഷണൽ എൻസൈം ആണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കോമ്പോസിഷൻ ആണ് അപ്പോ എൻസൈം വിച്ച് ഈസ് ദ പ്രോട്ടീൻ പാർട്ട് ആൻഡ് കോഫാക്ടർ വിച്ച് ഈസ് ദി നോൺ പ്രോട്ടീൻ പാർട്ട്. അപ്പോൾ ഒരു ഫങ്ഷണൽ എൻസൈം എന്ന് പറയുന്നത് ഹോളോ എൻസൈം ആണ്. ഹോളോ എൻസൈമിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കമ്പോണൻസ് നോക്കണം. ഒന്ന് പ്രോട്ടീൻ ആണ്, അതിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് വിളിക്കുന്നത്. അടുത്തത് നോൺ പ്രോട്ടീൻ ആണ്, അതിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ ഈ നോൺ പ്രോട്ടീൻ പാർട്ട് ഇറ്റ് ക്യാൻ ബി കോഎൻസൈം, ഇറ്റ് ക്യാൻ ബി മെറ്റൽ അയോൺ ഓർ ഇറ്റ് ക്യാൻ ബി പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. 3 കാറ്റഗറി ആയിട്ട് നമുക്ക് കോഎൻസൈമിനെ അല്ലെങ്കിൽ കോഫാക്ടറിനെ നമുക്ക് തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി കോഎൻസൈം ഓർ ഇറ്റ് ക്യാൻ ബി മെറ്റൽ അയോൺ ഓർ ഇറ്റ് ക്യാൻ ബി പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിലേക്ക് വരാം. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് കോഫാക്ടറിന്റെ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ആണ്. അപ്പം കോഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഹെൽപ്പർ മോളിക്യൂൾസ് വിച്ച് ആക്ച്വലി എന്താ ചെയ്യുന്ന കോഫാക്ടർ എന്ന് പറയുന്നത് നോർമലി ആ പ്രോട്ടീൻ സ്ട്രക്ചറിൽ അതിൻ്റെ ഫോൾഡിംഗ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കില്ല എൻസൈം. അപ്പോൾ കോഫാക്ടറും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ഫോൾഡിംഗ് സ്ട്രക്ചർ കൃത്യമായിട്ട് 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യുകയും കൃത്യമായി സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യുന്നത്. അങ്ങനെ സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ റിയാക്ഷൻസ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തെ കോഫാക്ടർ ആണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അപ്പോ എൻസൈമുമായിട്ട് ഏറ്റവും ഫേം ആയിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന നോൺ പ്രോട്ടീൻ കോഫാക്ടറിന് പറയുന്നതാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സിനെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് പല കാറ്റഗറി ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. നമ്മളോട് എന്നും ഒന്നിച്ചുണ്ടാവുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, മറിച്ച് നമുക്ക് എപ്പോഴും സഹായം ആവശ്യമെങ്കിൽ മാത്രം വരുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളെ നേരിട്ട് സഹായിക്കില്ലെങ്കിലും സഹായത്തിന് കോർഡിനേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഒരു ലെവലിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നും കൂടെ കാണുന്ന എന്തിനും ഒന്നിച്ചുള്ള ആളാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സഹായം ആവശ്യമുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ആളാണ് കോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള കോർഡിനേഷൻ മാത്രം നടത്തുന്ന ആളാണ്, നമുക്ക് ഭയങ്കരമായിട്ട് അടുപ്പൊന്നുമില്ല പക്ഷെ കോർഡിനേഷൻ നടത്തുന്ന ആളാണ് ഈ പറയുന്ന മെറ്റൽ അയോൺ എന്ന് പറയുന്ന കാറ്റഗറി. അപ്പം ഏറ്റവും ഫേം ആയിട്ട് അപ്പോ എൻസൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കോഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്നുള്ളത്. സോ ദീസ് ആർ നോൺ പ്രോട്ടീൻ മോളിക്യൂൾസ് ടൈറ്റ്ലി ബൗണ്ട് ഓൺ എൻസൈം യൂഷ്വലി ബൈ കോവാലന്റ് ഇന്ററാക്ഷൻസ്. Okay, they remain tightly bound during enzyme catalyzed reaction and sometimes even after the reaction. Okay, അപ്പം എങ്ങനെയാണോ എൻസൈം ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനും യാതൊരു ചേഞ്ചസും സംഭവിക്കില്ല. ഓക്കെ, they will remains unchanged.
അപ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നോട്ട് ഹീമോഗ്ലോബിൻ, കാറ്റലൈസ് എൻസൈം, പെറോക്സിഡൈസ് എൻസൈം. ഓക്കെ, കാറ്റലൈസ് എൻസൈം, ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ നമുക്കത് എൻസൈം ആയിട്ട് കണക്കാക്കാൻ പറ്റൂലല്ലോ. അപ്പം കാറ്റലൈസ് എൻസൈം ഉണ്ട്, പെറോക്സിഡൈസ് എൻസൈം ഉണ്ട്. ഇത് അജയ് കുമാർ സാറിന്റെ ബുക്കിലുള്ളതാണ്. സാറ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നുള്ള കണക്കിന് ഹീമോഗ്ലോബിൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ കാറ്റലൈസ് എൻസൈമിന്റെ എക്സാമ്പിൾ തന്നെ പഠിക്കുക. കാരണം നമ്മൾ പഠിക്കുന്നത് എൻസൈമിന്റെ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ കാറ്റലൈസ് എൻസൈം, പെറോക്സിഡൈസ് എൻസൈമിനൊക്കെ എന്താണ്, ഹീം പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. നൗ രണ്ടാമത്തെ ആള്, അപ്പൊ ലീസ്റ്റ് ആണ് ശരിക്കും മെറ്റൽ അയോൺസ്, അത് നമുക്ക് മൂന്നാമത്തെ ആളായിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് കോ എൻസൈം ആണ്. നിങ്ങൾ എഴുതി വരുമ്പോൾ ഇതിനെ ബി ആക്കി എടുക്കുക. കോ എൻസൈം ആണ് രണ്ടാമത്തെ ആള്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹായം ആവശ്യമുള്ളപ്പോൾ ഒന്നിച്ചുണ്ടാവുന്ന ആള്. ഓക്കെ, നേരത്തെ ഉള്ള ആൾ എന്തായിരുന്നു, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആയിരുന്നു, എന്നും ഒന്നിച്ച്, സഹായം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്നിച്ചുണ്ടാവുന്ന ആള്. കോ എൻസൈം എന്ന് പറയുന്നത് സഹായം ആവശ്യമുള്ളപ്പോൾ വളരെ തിക്കായിട്ട് ബോണ്ടഡ് ആയിട്ട് ഒന്നിച്ചു വരുന്ന ആൾ, അല്ലാത്ത സമയത്ത് ഇല്ല ആള്. So they are low molecular substances, non-protein organic compounds which will be associating with the enzyme only during chemical reaction, and during other time they will leave the enzyme. Prosthetic group പോലെ ഒന്നും പിടിച്ചു നിൽക്കില്ല അവിടെ, മറിച്ച് അതിന്റെ കൂടെ അവിടുന്ന് വിട്ടുപോകും റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, കോഎൻസൈംസിന്റെ കേസിൽ നമ്മൾ നേരത്തെ പ്രോസ്തറ്റിക് ഗ്രൂപ്പിനെ പറഞ്ഞു ദേ റിമെയിൻസ് അൺചേഞ്ച്ഡ്, അത് റിയാക്ഷനിൽ ഇൻവോൾവ് ആവില്ല എന്ന് പറഞ്ഞു. അതേസമയം കോഎൻസൈംസിന്റെ കേസിൽ they are actually involving in the chemical reaction and they undergo changes during reaction. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദീസ് ആർ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ എൻസൈം. ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആസ് എ ഡിസോസിയബിൾ കാരിയർ ഓഫ് കെമിക്കൽ ഗ്രൂപ്പ് ഓർ ഇലക്ട്രോൺസ്. ഇപ്പൊ NAD എന്ന് പറയുന്ന ഒരാള് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ, എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ, ഡീഹൈഡ്രോജിനേസ് എൻസൈമിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടായിരുന്നു AH എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് NAD NAD+ എന്നാണ് സൂചിപ്പിക്കുക. നമ്മൾ NAD+ എന്ന് എഴുതണം, FAD എന്ന് മതി, NAD+ എന്ന് എഴുതണം. ഓക്കെ, NAD+ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡീഹൈഡ്രോജിനേസ് എൻസൈം എടുക്കുകയാണെങ്കിൽ ഇതെന്ത് സംഭവിക്കുന്നത്, NADH പ്ലസ് H പ്ലസ്, ഓക്കെ, H2 പ്ലസ് A എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ. എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ, കോഎൻസൈമിന് കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലെ. ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന കോഎൻസൈം ഇവിടെ എന്തായി, റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറി. ഇതേ റിയാക്ഷൻ റിവേഴ്സ് നടന്നാലോ, what will happens, reduced സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന കോഎൻസൈം it will undergo chemical changes and it will go into the oxidized state, എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നടക്കും. അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആണ് കോഎൻസൈംസ് എന്ന് പറയുന്നത്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് അല്ല. അപ്പം FAD ആണെങ്കിലും FADH2 ആയിട്ട് മാറും. NAD നമ്മൾ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഒരിക്കലും NADH2 എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എഴുതില്ല, മറിച്ച് NADH പ്ലസ് H+ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നിൽക്കുക. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും 2 ഹൈഡ്രജൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഇത് എഴുതുമ്പോൾ നമ്മൾ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു ഹൈഡ്രജൻ പുറത്ത് നിൽക്കും എന്നുള്ള അർത്ഥത്തിൽ NADH പ്ലസ് H+ എന്നായിരിക്കും എഴുതുക. ഒരിക്കലും NADH2 എന്ന് എഴുതില്ല, ഓർമ്മിക്കാം. ഓക്കെ, ഇത് ഈ ഒരു പാറ്റേൺ ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ല, ഇത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കോഎൻസൈംസ് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് നമ്മൾ മെറ്റൽ അയോൺസിലേക്ക് പോവുക. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, C എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് എഴുതുക. നേരത്തെ B ആണ് കോഎൻസൈം പറഞ്ഞത്. നമ്മൾ ഓർഡർ എന്തുകൊണ്ടാണ് പറയുന്നത്, ഫേം ആയിട്ട് എൻസൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, ലൂസ്ലി അസോസിയേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് കോർഡിനേഷൻ നടത്തുന്ന ആള്, ആ 3 കാറ്റഗറി. അപ്പം ആ എൻസൈമുമായിട്ടുള്ള ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ 3 ആളെയും പറയുന്നത്. അപ്പം ഫസ്റ്റ് പറയുന്ന പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഫേം, രണ്ടാമത് പറയുന്ന കോഎൻസൈം ലൂസ്ലി, മൂന്നാമത് പറയുന്ന ആള് കോർഡിനേഷൻ മാത്രം. സോ മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള ഒരു കോഫാക്ടർ ആണ്, അയോൺസ് ആണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി മെഗ്നീഷ്യം, സിങ്ക് എക്സെട്ര. ഇതെന്ത് ചെയ്യും, റിയാക്ഷന്റെ സമയത്ത് ദേ വിൽ ബി കോർഡിനേറ്റിംഗ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് എൻസൈം. അപ്പൊ ആ ഒരു കോർഡിനേഷന് വേണ്ടി സഹായിക്കുന്ന, എൻസൈമിനെ സഹായിക്കുന്ന ആളായതുകൊണ്ട് ഇതിനെ മെറ്റൽ അയോൺ കോഫാക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് മെറ്റൽ അയോൺസ് എടുക്കുകയാണെങ്കിൽ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റലോ എൻസൈംസ് ഉണ്ട്. എന്തിന്, മെറ്റൽ അയോൺസ് കോഫാക്ടർ ആയിട്ടുള്ള മെറ്റൽ അയോൺസ് എങ്ങനെയാണ് എൻസൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നതിന്റെ ബേസിൽ. സോ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് പറയുന്നത് they require the addition of metal ions which are loosely attached to the enzyme
ഫോർ എക്സാമ്പിൾ കൈനേസ് എൻസൈം എടുക്കുകയാണെങ്കിൽ Mg2+. നിങ്ങൾ ഗ്ലൈക്കോലൈസിസ് പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ ഒന്നാമത്തെ റിയാക്ഷൻ എക്സോകൈനേസ് അതിന്റെ ആക്ടിവിറ്റി പറയുമ്പോൾ യു വിൽ സേ ഇൻ പ്രസൻസ് ഓഫ് Mg2+ എന്നുള്ളത് പറയും. അപ്പം ഇത് ആക്ച്വലി എന്താണ്, മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈം കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടാണ് എക്സോകൈനേസ് എൻസൈം. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മെറ്റലോ എൻസൈംസ് ആണ്. മെറ്റലോ എൻസൈംസ് എന്ന് പറയുമ്പോൾ they have metallones in the active site. ആ ആക്റ്റീവ് സൈറ്റിന്റെ കോർഡിനേഷനിൽ വളരെ ഇൻവോൾവ് ആയിട്ട് ആളുണ്ടാവും. ഈ ഒരു കാറ്റഗറി ഓഫ് എൻസൈംസിന് എക്സാമ്പിൾ ആണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത്. കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഭയങ്കര ഫാസ്റ്റിനായിട്ട് കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. H2Oയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്ത് H2CO3 ഉണ്ടാവും. അത് HCO3യും HCO3 മൈനസും H+ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസിന്റെ എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 6 ലാക്ക് മോളിക്യൂള് 6 ലാക്ക് മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത്രയും കൺവേർഷൻ നടക്കുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഇതിന്റെ ആക്റ്റീവ് സൈറ്റിൽ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് Zn2+ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എൻസൈം മെറ്റലോ എൻസൈംസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ മെറ്റാലിക് അയോൺസ് ഒരു കോഫാക്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ രണ്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മെറ്റലോ എൻസൈംസ് ആണ്, രണ്ടാമത്തത് മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് ആണ്. അപ്പം കൃത്യമായിട്ട് ആക്റ്റീവ് സൈറ്റിൽ തന്നെ പ്രസന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റലോ എൻസൈംസ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ആണെങ്കിലാണ് നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് കോഫാക്ടർ ആൻഡ് കോഎൻസൈംസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം എൻസൈമിന്റെ ജനറൽ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. എൻസൈംസ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ മാത്രമാണെങ്കിൽ അതിനെ സിമ്പിൾ എൻസൈം എന്ന് പറഞ്ഞു. പ്രോട്ടീന്റെ കൂടെ കോഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺജുഗേറ്റഡ് എൻസൈം എന്ന് പറഞ്ഞു. കോഫാക്ടർ 3 ടൈപ്പ് പറഞ്ഞു: പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈംസ്, മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണ് ഏറ്റവും ഫേം ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഹീം ഗ്രൂപ്പ് ഒരു എക്സാമ്പിൾ ആണ് കാറ്റലൈസ് പെറോക്സിഡൈസ് എൻസൈംസിന്റെ കേസിൽ. ദെൻ കോഎൻസൈംസ് എടുക്കുകയാണെങ്കിൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന പക്ഷേ ലൂസ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഫാക്ടർ ആണ് NAD+ഉം FAD ഒക്കെ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഡീഹൈഡ്രോജനേസ് എൻസൈം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. മൂന്നാമത്തെ കാറ്റഗറി മെറ്റൽ അയോൺസ് ആണ്. വളരെ ലൂസ് ആയിട്ട് വളരെ ഒരു കോർഡിനേഷൻ വേണ്ടി മാത്രം. ഇത് ആക്റ്റീവ് സൈറ്റിൽ തന്നെ ആണെങ്കിൽ അതിനെ നമ്മൾ മെറ്റലോ എൻസൈംസ് എന്ന് വിളിക്കും. കാർബോണിക് അൺഹൈഡ്രേസ് അതിനൊരു എക്സാമ്പിൾ ആയി. ഇനി പുറത്താണെങ്കിൽ അതിനെ നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് വിളിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുക. ദാറ്റ്സ് അബൌട്ട് ജനറൽ സ്ട്രക്ചർ, കോഫാക്ടർ ആൻഡ് കോഎൻസൈംസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കോഎൻസൈംസിന്റെ കേസിൽ ഈ പറയുന്ന NAD+ന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസും അതിന്റെ ആക്ടിവിറ്റിയും. അതുപോലെ തന്നെ ഒരു കോഎൻസൈംസിന്റെയും കൂടെ ആസ് പെർ ദ സിലബസ് ഞാൻ മറന്നുപോയി ഏതാണെന്നുള്ളത്, FMN ആണോ FAD+ ആണോ എന്നുള്ളത് ഏതെങ്കിലും ഒന്ന്. ഈ രണ്ട് മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ആണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്.